അടുത്തത് പ്രയോഗം മാറ്റലാണ്. പ്രയോഗം മാറ്റലെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സിമ്പിളാണ്. എല്ലാം സിമ്പിളാണല്ലോ, പിന്നെ മിസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞോളണമെന്നില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്. അതെ, നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടല്ലോ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. അത് തന്നെയാണ് മലയാളത്തിൽ കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും. കർത്തരി പ്രയോഗം എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസാണ്, കർമ്മണി പ്രയോഗം എന്ന് പറയുന്നത് പാസീവ് വോയിസാണ്. നമുക്ക് തരുന്ന കർത്തരി പ്രയോഗമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്യങ്ങൾ ഏതാണ്? കർത്തരി പ്രയോഗമാണ്. അതായത് കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാക്യങ്ങളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റണം. അതിനെന്താ വിദ്യ? സബ്ജക്റ്റിൻ്റെ കൂടെ, അല്ലെങ്കിൽ കർത്താവിനോടുകൂടെ ആൽ എന്ന പ്രത്യയവും ക്രിയയോടുകൂടെ പെടുക എന്ന പ്രത്യയവും ചേർത്താൽ മതി. നമ്മൾ ഈശ്വരനെ അനുവദിച്ച് സ്കൂളിലൊക്കെ വന്നാൽ നമ്മൾ ബോർഡിലൊക്കെ നന്നായിട്ട് എഴുതി ഞാൻ പഠിപ്പിച്ച് തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കൂ, അല്ലാതെ നിവൃത്തിയൊന്നുമില്ല. കുറേ ഉദാഹരണങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം, ശ്രദ്ധിച്ച് പഠിച്ചാൽ മനസ്സിലാകും. അപ്പം എന്താണ് ഒരു കർത്തരി പ്രയോഗം ഞാൻ പറയാം. അതിനെ നമ്മൾ എങ്ങനെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റാൻ നോക്കാം. ഗോപി ചിത്രം വരച്ചു. ഗോപി ചിത്രം വരച്ചു. ആരാ ചിത്രം വരച്ചത്? ഗോപി. ഗോപി എന്താ വരച്ചത്? ചിത്രമാണ് വരച്ചത്. ഗോപി എന്ത് ചെയ്തു? ഗോപി വരച്ചു. എന്ത് വരച്ചു? ചിത്രം വരച്ചു, അല്ലേ? അപ്പോൾ ക്രിയ ചെയ്ത ആളാണ് ഒരു കർത്താവ്. അപ്പോൾ ഇവിടെ ആരാ കർത്താവ്? ഗോപിയാണ്. കർത്താവിൻ്റെ കൂടെ ആൽ എന്ന പ്രത്യയമാണ് നമ്മൾ ചേർക്കേണ്ടത്. ക്രിയയുടെ കൂടെ ക്രിയയുടെ കൂടെ എന്ത് ചെയ്യണം? പെടുക എന്ന പ്രത്യയവും ചേർക്കണം. ക്രിയ എന്ന് വെച്ചാൽ എന്താണ്? ആക്ഷൻ, വെർബ്, അല്ലേ? അപ്പോൾ ഇവിടെ ഏതാ വെർബ്? ക്രിയ ഏതാണ്? വരച്ചു എന്നുള്ളതാണ്. വരയ്ക്കുക എന്ന പ്രവൃത്തിയാണ് ഗോപി ചെയ്തത്, ഗോപി എന്ന കർത്താവ് ചെയ്തത്, അല്ലേ? അപ്പോൾ കർത്താവിൻ്റെ കൂടെ ആൽ എന്ന പ്രത്യയം ചേർക്കണം, ക്രിയയുടെ കൂടെ പെടുക എന്ന പ്രത്യയവും ചേർക്കണം. അങ്ങനെയാകുമ്പോൾ ഗോപി ചിത്രം വരച്ചു എന്നുള്ളത് കർത്തരി പ്രയോഗത്തിലുള്ള സെൻറ്റൻസ് നമ്മൾ കർമ്മണി പ്രയോഗത്തിനായിട്ട് മാറും. കർമ്മണി പ്രയോഗം എന്ന് പറഞ്ഞാൽ കർമ്മത്തിനാണ് പ്രാധാന്യം. ഇവിടെ കർമ്മം ഏതാ? ചിത്രം. ചിത്രമല്ലേ വരയ്ക്കപ്പെട്ടത്. അപ്പോൾ കർമ്മം ഏതാ? ചിത്രം. അപ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് മാറ്റുന്നത് നോക്കുക. ചിത്രം ഗോപിയാൽ വരയ്ക്കപ്പെട്ടു. മനസ്സിലായില്ലേ? എന്തെളുപ്പം അല്ലേ? ചിത്രം ഗോപിയാൽ വരയ്ക്കപ്പെട്ടു. അതാണ് കർമ്മണി പ്രയോഗം. അത് കർത്തരി പ്രയോഗത്തിലേക്ക് മാറ്റിയാൽ ഗോപി ചിത്രം വരച്ചു. കർമ്മണി പ്രയോഗമായാൽ ചിത്രം ഗോപിയാൽ വരയ്ക്കപ്പെട്ടു. വേറൊരു ഉദാഹരണം നോക്കൂ. രാമൻ രാജ്യം ഭരിച്ചു. രാമൻ രാജ്യം ഭരിച്ചു. അതിനെങ്ങനെയാണ് കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റാം? രാജ്യം രാമനാൽ ഭരിക്കപ്പെട്ടു, അല്ലേ? ക്രിയയുടെ കൂടെ പെടുക എന്ന ധാതു ചേർക്കണം, കർത്താവിൻ്റെ കൂടെ ആൽ എന്ന പ്രത്യയവും ചേർക്കണം. കർമ്മത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് കർമ്മം ആദ്യം എഴുതണം. രാജ്യം രാമനാൽ ഭരിക്കപ്പെട്ടു. അപ്പോൾ അതെന്തായി? കർമ്മണി പ്രയോഗമായി മാറി. മറ്റൊരു ഉദാഹരണം നോക്കൂ. വ്യാസൻ മഹാഭാരതം രചിച്ചു. എങ്ങനെ മാറ്റാൻ പറ്റും? ശരി, അങ്ങനെ തന്നെ. വ്യാസനാൽ മഹാഭാരതം രചിക്കപ്പെട്ടു. ഇപ്പം എന്ത് സിമ്പിളാണല്ലേ? അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് മിഡ് ടേം എക്സാം ഇന്നോ നാളെയോ മറ്റോ തുടങ്ങുകയാണല്ലോ, അല്ലേ? അപ്പോൾ മിഡ് ടേം എക്സാമിന് മലയാളത്തിലുണ്ടാകുന്ന ഗ്രാമർ പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സാധനമാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. ഏതൊക്കെയാണ്? അംഗവാക്യങ്ങൾ വേർതിരിച്ചെഴുതുക, വിധിവാക്യത്തെ നിഷേധവാക്യമാക്കുക, പിന്നെന്താണ്? പ്രയോഗം മാറ്റുക. അംഗവാക്യങ്ങൾ എന്താണ്? ഒരു മഹാവാക്യം തന്നിട്ടുണ്ടാകും, അർത്ഥപൂർണമായ ചെറിയ വാക്യം നമ്മൾ അങ്കിവാക്യം എന്ന പേരിൽ എടുത്തെഴുതുക, ബാക്കിയുള്ളത് അംഗവാക്യമാണ്. വിധിവാക്യത്തെ വാക്യമാക്കണേ എന്താണ്? അർത്ഥവ്യത്യാസം വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് 2 നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ, ഇല്ലാതെ ഇല്ല എന്ന് ചേർക്കുക, അല്ലെങ്കിൽ അല്ലാതെയല്ല, അവനല്ലാതെ മറ്റാരുമല്ല എന്നൊക്കെ ചേർത്താൽ അതെന്താണ്? വിധിവാക്യം നിഷേധവാക്യമായിട്ട് മാറും, അർത്ഥം മാറുകയുമില്ല. പിന്നൊന്ന് പ്രയോഗം മാറ്റലാണ്. പ്രയോഗം മാറ്റലാണെങ്കിൽ അതിനേക്കാൾ സിമ്പിൾ. കർത്താവിന് പ്രാധാന്യമുള്ള വാചകത്തെ നമ്മൾ കർമ്മത്തിന് പ്രാധാന്യമുള്ളതാക്കി മാറ്റണം. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ എല്ലാവരും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുക. നമ്മുടെ പാഠഭാഗത്തിൽ നിന്നാണ് ഉദാഹരണങ്ങൾ ചോദിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കുക എന്നുള്ളത് വേറൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ പാഠഭാഗം നന്നായിട്ട് വായിച്ചുകൊള്ളുക, അതിൽ നിന്ന് കൂടുതൽ ഉദാഹരണങ്ങൾ ഇതിനെല്ലാം കണ്ടുപിടിക്കുക, എന്നിട്ട് നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ.